Good morning everyone. Next portions ആണ് correlation എന്ന് പറയുന്നത്. correlation എന്ന് പറയുന്നത് it is statistical tool ആണ്. അതായത് മെഷറിംഗ് തന്നെയാണ് established to relationship between two or variables. ഇതിൽ നമ്മൾ statistical tool ആണ് എന്ത് correlation എന്ന് പറയുന്നത്. ഇതിൽ ഒന്നോ അതിൽ കൂടുതലോ വേരിയബിൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്തെന്ന് പറയുന്നത് correlation. അതായത് correlation എന്ന് പറയുന്നത് റിലേറ്റഡ് ആയിട്ടുള്ള എന്നുള്ളതാണ് ഇതെന്ന് പറയുന്നത്. അതായത് ഡിമാൻഡ് പ്രൈസ് അങ്ങനെയുള്ള വേരിയബിൾസിനെ ഇൻഡിക്കേറ്റ് ചെയ്തിട്ടുള്ളതാണ് എന്ത് correlation എന്ന് പറയുന്നത്. അപ്പോൾ correlations-ൽ അതിൻ്റെ മെത്തേഡ് എന്ന് പറയുന്നത് രണ്ട് തരത്തിലാണ് കോറിലേഷൻസ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവും നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവായിട്ടുള്ള കോറിലേഷൻസ് ആണ് ഉള്ളത്. കോറിലേഷൻ എന്ന് പറയുന്നതിൽ തന്നെ ഈ പോസിറ്റീവായിട്ടുള്ളത് എന്ന് പറയുന്നത് ഒരു സെയിം ഡയറക്ഷൻസിലുള്ള മൂവ്മെൻറ്റിനെയാണ് എന്തെന്ന് പറയുന്നത് പോസിറ്റീവ് എന്ന് പറയുന്നത്. അതായത് ഇൻകം വരുമാനം, അതായത് സെയിം ഡയറക്ഷൻസിലായിരിക്കും നമ്മൾ ഇതിൽ പോസിറ്റീവിൽ നമ്മളത് മൂവ് ഓൺ ചെയ്യുന്നത്. അതായത് വരുമാനം എന്നുള്ളതുണ്ട്, അപ്പോൾ ആ വരുമാനം എന്നുള്ളത് അതൊരു പോസിറ്റീവാണ്. അപ്പോൾ അതിന് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ കൺസെപ്ഷൻ എന്നുള്ളത് അതൊരു പോസിറ്റീവായിട്ട് അങ്ങനെ തുടർന്നു കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. അതേസമയം നെഗറ്റീവ് എന്ന് പറയുന്നത് അത് വേരിയബിൾ ആണ്, അതൊരു ഓപ്പോസിറ്റ് തിങ്കിങ് ആണ്. അപ്പോൾ നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ഡിമാൻഡിനെ പോലെയാണ്. കാരണം നമ്മളിപ്പോൾ പ്രൈസ് കൂടിയാൽ നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. അതേസമയം പ്രൈസ് കൂടുമ്പോഴേ നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറയും. അതാണ് എന്തെന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഡിമാൻഡും പ്രൈസും എന്ന് പറയുന്നത് രണ്ട് ഓപ്പോസിറ്റ് സൈഡ് ഉള്ളതാണ്. നമുക്ക് പ്രൈസ് കൂടുന്നതിനനുസരിച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഡിമാൻഡ് കുറഞ്ഞു കൊണ്ടുവരികയും പ്രൈസ് കുറയുമ്പോൾ നമുക്ക് ഡിമാൻഡ് കൂടുകയും ചെയ്യും. അതാണ് നെഗറ്റീവ് കോറിലേഷൻസ് എന്ന് പറയുന്നത്. അപ്പോൾ കോറിലേഷൻസ് എന്ന് പറയുന്നതിലെ മെയിൻ എന്ന് പറയുന്നത് രണ്ടെണ്ണമാണ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവാണ്. പോസിറ്റീവ് എന്ന് പറയുന്നത് സെയിം ഡയറക്ഷനിൽ മൂവ് ഓൺ ചെയ്യുന്ന കോറിലേഷനാണ്. സെക്കൻഡ് വൺ നെഗറ്റീവാണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് പ്രൈസ് ആൻഡ് ഡിമാൻഡിനെ ബേസ് ചെയ്തിട്ടുള്ളത്, അത് ആവശ്യകതയെ മാനിച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ആവാം അല്ലെങ്കിൽ വേണ്ട എന്നുള്ളതിനെ ബേസ് ചെയ്തിട്ടുള്ളതാണ് ഏതെന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ മെഷറിംഗ് മെത്തേഡ് എന്ന് പറയുന്നത് അല്ലെങ്കിൽ കോറിലേഷൻ മെഷറിംഗ് ചെയ്യുന്നതിൽ നിന്ന് ഡയഗ്രമാണ്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഗ്രാഫിക്കൽ ഡയഗ്രംസ് ആണ്. ആ ഗ്രാഫിക്കൽ ഡയഗ്രംസ് എന്നിൽ മൂന്ന് ഡയഗ്രമാറ്റിക്കലി ഇതാണ് ഉള്ളത്. ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രം ആണ്. സെക്കൻഡ് വൺ കാൾ പിയേഴ്സൻ്റെ കോഎഫിഷ്യൻ്റ് കോറിലേഷൻസ് ആൻഡ് ഡയഗ്രം ആണ്. തേർഡ് വൺ എന്ന് പറയുന്നത് സ്പിയേഴ്സ്മാൻ്റെ റാങ്ക് കോറിലേഷൻസ് ആണ്. മൂന്ന് തരത്തിലാണ് കോറിലേഷന് ഇതിൽ ഡിഫൈൻ ചെയ്തിട്ടുള്ളത്, മെഷറിങ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് സ്കാറ്റർ ഡയഗ്രം ആണ്. അപ്പോൾ ഈ സ്കാറ്റർ ഡയഗ്രം എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ, സ്കാറ്റേഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുന്നതിനെയാണ് സ്കാറ്റേഴ്സ് ഡയഗ്രം എന്ന് പറയുന്നത്. ഇതിൽ വേരിയബിൾസ് ഡയഗ്രംസിലൂടെയാണ് നമ്മൾ അതിനെ ഡിഫൈൻ ചെയ്യുന്നത്. ഇതിലുള്ളതാണ് പോസിറ്റീവ്, ഈ സ്കാറ്റേർഡിലുള്ളതാണ് പോസിറ്റീവ്, നെഗറ്റീവ്, no correlation, and the next one perfect in positive, perfect in negative. ഈ പോസിറ്റീവ് നെഗറ്റീവ് കോറിലേഷൻസ് എന്നുള്ളതിൽ ഈ ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് ഡയറക്ഷന് അതിൽ ഈ സ്കാറ്റേഴ്സ് ഡയഗ്രംസിലുള്ളതാണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ്. ഈ പോസിറ്റീവ് ഡയഗ്രം എന്ന് പറയുന്നത് അതെന്തിനെ കാണിക്കുന്നതെന്ന് വെച്ചാൽ ഈ പോസിറ്റീവ് ഡയഗ്രത്തിൽ നമ്മൾ ഡയഗ്രത്തിനെ സിസ്റ്റമാറ്റിക്കായിട്ട് നമ്മൾ കാണിക്കുമ്പോൾ ഇതിന് നമ്മൾ ചെയ്യുന്ന അല്ലെങ്കിൽ നമ്മൾ മെഷർ ചെയ്തിട്ടുള്ള ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് പോസിറ്റീവിൽ എന്ന് പറയുന്നത് ഒരു അപ്വേർഡ് ഡയറക്ഷൻസിലായിരിക്കും. അപ്വേർഡ് ഡയറക്ഷൻ എന്ന് പറഞ്ഞാൽ ഇതിൽ നിന്ന് നേരിട്ടുള്ളത്, ഇതിനെ നമ്മൾ റെപ്രസെൻ്റ് ചെയ്യുക ഇങ്ങനെയായിരിക്കും. അപ്പോൾ ഒരു ഡയറക്റ്റ് ആയിട്ടുള്ള മൂവ് ഓൺ ആണ് ഏതിലുള്ളത്, പോസിറ്റീവായിട്ടുള്ള കോറിലേഷൻസിൽ ഉള്ളത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ ആണ്. നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറഞ്ഞാൽ
നെഗറ്റീവ് കോറിലേഷൻസിനെ ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻ്റ് ചെയ്യുക ഡൗൺ ആയിട്ടാണ്. അതിൽ റെപ്രസെൻ്റ് ചെയ്യുക എങ്ങനെയുള്ളതാണ്? ഡൗൺ ബേസ് ആയിട്ടുള്ള കോറിലേഷൻ മെഷറിംഗ് ആണ് ഏതെന്ന് പറയുന്നത് നെഗറ്റീവ് കോറിലേഷൻ എന്ന് പറയുന്നത്. നോൺ റിലേഷൻ ഇൻ വാരിയബിൾസ്, നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ റിലേഷൻ വാരിയബിൾസ് ആണ്. ഈ നോൺ റിലേഷൻ വാരിയബിൾസ് എന്ന് പറഞ്ഞാൽ ഒരു പെർമനൻ്റ് ആയിട്ടുള്ള ഒരു വാരിയബിൾ മെഷറിംഗ് അല്ല ഉണ്ടാവുക. ഇതിലെന്ന് പറയുന്നത് ഒരു സിസ്റ്റമാറ്റിക് അല്ലാതെ ഒരു അൺഓർഗനൈസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ അതിൽ എന്ത് ചെയ്യുന്നത്, ഡയഗ്രമാറ്റിക്കലി നമ്മൾ ചെയ്യുന്നത്. അപ്പം ഇതെന്ന് പറയുന്നത് നോൺ കോറിലേഷൻ ആണ്. ഇതിൽ നമുക്കൊരു സിസ്റ്റമാറ്റിക് ആയിട്ടുള്ള ഒരു മൂവ് കാണാൻ പറ്റൂല. നെക്സ്റ്റ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് ഡയഗ്രം ആണ്. അതായത് പെർഫെക്റ്റ് പോസിറ്റീവ് ഡയഗ്രത്തിനെയാണ് ഈ നെക്സ്റ്റ് പോസിറ്റീവ് ഡയഗ്രാംസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ്ലി പെർഫെക്റ്റ് ആയിട്ടുള്ള മൂവ് ഓൺ ആണ് ഉണ്ടാവുക. അതായത് അതിൻ്റെ ബേസ്മെൻറ്റ് അല്ലെ മെഷറിംഗ് എന്ന് പറയുന്നത് കറക്റ്റ് പൊസിഷനിലായിട്ട് മൂവ് ഓൺ ചെയ്യുന്നതിനാണ് മെഷറിംഗ് ആണ് എന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് മെഷറിംഗ് എന്ന് പറയുന്നത്. അതിൻ്റെ റൂട്ട് എന്ന് പറയുന്നത് അത് അപ്വേർഡ് ആയിട്ടുള്ള ട്രെൻഡിനനുസരിച്ചിട്ടുള്ള പെർഫെക്റ്റ് പോസിറ്റീവ് സ്കാറ്ററിങ് അല്ലെ ഡയഗ്രമാറ്റിക്കലി ആണ് ഏതെന്ന് പറയുന്നത് പെർഫെക്റ്റ് പോസിറ്റീവ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റീവ് നെഗറ്റീവ് ആണ്. പെർഫെക്റ്റീവ് നെഗറ്റീവ് ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റേഷൻ ആണ്. ഇതിൽ എന്ന് പറയുമ്പോൾ ഇതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആയിരിക്കും. ഇത് അപ്വേർഡായിട്ട് മൂവ് ഓൺ ചെയ്യുമ്പോൾ ഇതിൽ പെർഫെക്റ്റ് നെഗറ്റീവിൽ ഏതായിരിക്കും വരിക, ഡൗൺവേർഡ് ആയിട്ട് അതിനെ റെപ്രസെൻ്റ് ചെയ്യായിരിക്കും ചെയ്യാം. അപ്പോൾ സ്കാറ്റേഴ്സ് ഡയഗ്രംസിൽ ഉള്ള മോഡൽ ഓഫ് ഡയഗ്രംസ് ആണ് ഫസ്റ്റ് വൺ എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്. പോസിറ്റീവ് ഡയഗ്രംസ് എന്ന് പറയുന്നത് അത് എന്തിനുള്ള മെഷറിംഗ് ആണ്, അല്ലെങ്കിൽ അതിൻ്റെ വാരിയബിൾസ് എന്നതിന് നമ്മൾ കാണിക്കുന്നത് എങ്ങനെയാണ്, ഒരു അപ്വേർഡ് ഡയറക്ഷനിൽ, അതായത് നേരിട്ടിട്ടുള്ള ഒരു ഡയറക്ഷൻസ് അപ്വേർഡ് ആയിട്ടുള്ള ഡയറക്ഷൻസ് ആണ് പോസിറ്റീവിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് എന്തായിരിക്കും, അപ്വേർഡിന് ഡൗൺ ആയിട്ടുള്ള ഡയഗ്രമാറ്റിക്കലി റെപ്രസെൻറ്റേഷൻ ആണ് ഏതിൽ കാണിക്കുന്നത്, നെഗറ്റീവിൽ കാണിക്കുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് നോൺ റിലേഷൻസ് ആണ്. നോൺ റിലേഷൻസ് വാരിയബിൾസ് എന്ന് പറയുന്നത് അതായത് ഇങ്ങനെ ഷഫിൾ ചെയ്തിട്ടുള്ള അല്ലെങ്കിൽ സ്കാറ്റേർഡ് ചെയ്തിട്ടുള്ള വാരിയബിൾസിൻ്റെ മെഷറിംഗ് ആണ് ഏതെന്ന് പറയുന്നത് നോൺ റിലേഷൻസ് എന്നുള്ള വാരിയബിൾസിൽ പെടുത്തുന്നത്. നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് പെർഫെക്റ്റ് ആണ്. പെർഫെക്റ്റ് എന്ന് പറയുന്നത് എങ്ങനെ പെർഫെക്റ്റ് അതിൽ മെഷർ ചെയ്യുന്നതെന്ന് വെച്ചാൽ പെർഫെക്റ്റ് ആയിട്ട് അപ്വേർഡ് ആയിട്ട് മൂവ് ഓൺ ചെയ്യുന്നത് അത് ട്രെൻഡിനനുസരിച്ച് ഇതിൻ്റെ ട്രെൻഡ്സിനനുസരിച്ചിട്ട് ചെയ്യുന്നതാണ് ഏതെന്ന് പറയുന്നത് അപ്വേർഡ് എന്ന് പറയുന്നത്. അതിൻ്റെ ലാസ്റ്റ് വൺ എന്ന് നെഗറ്റീവ് ആണ്. നെഗറ്റീവ് എന്ന് പറയുന്നത് എങ്ങനെയുള്ളതാ, ഡൗൺവേർഡ് ആയിട്ടുള്ള ഗ്രാഫിക്കൽ മോഡലാണ് ഏതെന്ന് പറയുന്നത് നെഗറ്റീവ് എന്ന് പറയുന്നത്. അപ്പം നെക്സ്റ്റ് വൺ എന്ന് പറയുന്നത് കാൾ പിയേഴ്സൺ ആണ്. കാൾ പിയേഴ്സൻ്റെ കോറിലേഷൻസ് ഓഫ് കോഫിഷ്യൻ്റ് കോറിലേഷനെ കുറിച്ചിട്ടാണ്. ഇതെന്ന് പറയുന്നതിൽ കാൾ പിയേഴ്സൻ്റെ പറയുന്നത് വെച്ചാൽ പ്രൊഡക്റ്റ് മൂവ്മെൻറ്റിനെ കുറിച്ചിട്ടാണ്. അപ്പോൾ ഇതിൽ കോറിലേഷനെ ഇതിൻ്റെ ഇതെന്ന് പറയുന്നത് ആറാണ് ഇതിനെ റെപ്രസെൻ്റ് ചെയ്യുന്നത്. അതിൻ്റെ മെഷറിങ്ങിൽ നിന്ന് ആറാണ് മെഷർ ചെയ്യുക. അതിനെ ഡിനോട്ട് ചെയ്യുന്നത് ഏതാ, ആറിനെ കുറിച്ചിട്ടാണ്. ഇതിലെന്ന് വെച്ചാൽ നെഗറ്റീവ് പോസിറ്റീവ് അങ്ങനെയുള്ള മെഷറിങ് മെത്തേഡാണുള്ളത്. ഇപ്പോൾ നമ്മളിപ്പോൾ ഒരു ഫ്രീക്വൻസി ലെവലിൽ ഒരു ടേബിൾ തന്നിട്ടുണ്ടെങ്കിൽ ആ ടേബിളിനെ നമ്മൾ മെഷർ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമുക്ക് കിട്ടുന്ന ആൻസർ എന്ന് പറയുന്നത് നെഗറ്റീവ് ആണെങ്കിൽ, വാരിയബിൾസ് നെഗറ്റീവ് ആണെങ്കിൽ അത് പെർഫെക്റ്റ് നെഗറ്റീവ് കോറിലേഷൻസിനെയാണ് കാണിക്കുക. 0 ആണെങ്കിൽ അതിലെന്താണ്, നോ കോറിലേഷൻസ് ആണത്, കോറിലേഷൻസിൻ്റെ ഇല്ലായ്മയാണ് കാണിക്കുക. +1 എന്ന് പറയുന്നത് ഒരു പെർഫെക്റ്റ്